എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെയിൽ പോളിഷിൻ്റെ ഇതുപോലെ കഴിഞ്ഞതും കട്ട പിടിച്ചതുമായിട്ടുള്ള കുപ്പികളൊക്കെ കുറച്ച് പറക്കി എടുത്തിട്ടാണ്. അപ്പോൾ നമ്മൾ നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇതുപോലത്തെ 1-2 കുപ്പികളൊക്കെ കാണാണ്ടിരിക്കില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെയാണ് റീയൂസ് ആക്കാമെന്ന് നോക്കാം. അപ്പോൾ നല്ല ഐഡിയാസാണ്, നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. എന്നിട്ട് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം, പിക്ചേഴ്സൊക്കെ സെൻഡ് ചെയ്ത് തരണം. ഇതിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ 2 ക്യൂട്ടായിട്ടുള്ള കുപ്പികളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഇതുപോലത്തെ 2 കുപ്പികൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ പഴയ 2 CD ആണ്. പിന്നെ ഈ 2 നെയിൽ പോളിഷിൻ്റെ കുപ്പിയും. പിന്നെ ഇതുപോലെ CD ഇല്ലെങ്കിൽ റൗണ്ടിലോ സ്ക്വയർ ഷേപ്പിലോ ഏതെങ്കിലും ഷേപ്പിൽ 2 കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ അതിൽ ഒട്ടിക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പറിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും കനം കുറഞ്ഞ പേപ്പർ എടുത്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും ഇല്ലെങ്കിൽ വെറുതെ പെയിൻറ്റ് ചെയ്താലും മതി. CD-യിൽ ഞാനിപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫെവിക്കോളും വെള്ളം കൂടെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ ഫെവിക്കോൾ ആണെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം, ആ ഒരു 2:1 ഉള്ള പ്രൊപ്പോർഷനിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളതല്ലേ ഇതൊക്കെ, അതുപോലെ ഒരു CD-യിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. CD-യുടെ സെൻറ്ററിലുള്ള ഈ ഒരു ഹോള് പോകാൻ ഞാൻ അവിടെ ഒരു സെല്ലോ ടേപ്പ് ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. മാസ്കിംഗ് ടേപ്പാണ് ഞാൻ ഒട്ടിച്ചത്. അപ്പോൾ ഏതെങ്കിലും പേപ്പറിൻ്റെ പീസോ എന്തായാലും ഒട്ടിച്ച് കൊടുത്താൽ മതി. ആ ഹോള് വേണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലും നമുക്ക് ടിഷ്യൂൻ്റെ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ, ഫുള്ളും തന്നെ. എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു പേപ്പറൊക്കെ നമുക്ക് കൈവച്ച് തന്നെ കീറിക്കളയാം. ആ റൗണ്ടിന് കഴിഞ്ഞിട്ട് കുറേ അങ്ങോട്ട് ബാക്കിലേക്കൊന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ സൈഡിൽ ജസ്റ്റ് ഒന്ന് ആയാൽ മതി. ആവശ്യത്തിന് ഉള്ള ഭാഗം കഴിച്ചിട്ടുള്ളതൊക്കെ കീറിക്കളഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ ടിഷ്യൂ തന്നെ നീളത്തിലെടുക്കുക. എന്നിട്ട് കൈ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട്, കണ്ടില്ലേ ഞാനിങ്ങനെ ചുരുട്ടിയെടുക്കുന്ന പോലെ ആ ഒരു വെള്ളത്തിലും പിന്നെ നമ്മുടെ ഫെവിക്കോളിൻ്റെ മിക്സിലും ഒന്ന് കൈ തൊട്ടിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. ഒരു തിരിയൊക്കെ പണ്ട് നിലവിളക്കിന് തിരിയൊക്കെ നമ്മൾ എടുക്കില്ലേ, അതേ ഒരു മോഡലിൽ. ഞാനിത് സാധാരണ നമ്മൾ ക്ലേ വെച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ക്ലേ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. കുറച്ചൊന്ന് ക്ഷമയോടുകൂടി ഒന്ന് പതുക്കെ ചെയ്യണമെന്നേ ഉള്ളൂ. ടിഷ്യൂ നല്ല നേരിയതായതുകൊണ്ട് കീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ലെങ്ത്തിൽ ഇതുപോലെ ഇങ്ങനെ പതുക്കെ ശ്രദ്ധിച്ചൊന്നിങ്ങനെ ചുരുട്ടിയെടുക്കുക കേട്ടോ, ലെങ്ത്തിൽ. എന്നിട്ട് നമുക്കത് ഈ ഒരു മിക്സ് വെച്ച് തന്നെ ആ CD-യിൽ ഒട്ടിക്കാം. ക്ലേ ഒക്കെ കയ്യിലുള്ളവർക്ക് ക്ലേ വെച്ചിട്ട് നല്ല ഡിസൈനൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ പേപ്പറൊന്ന് ചുരുട്ടി ചെയ്തതാണ്, കണ്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒട്ടുമ്പോൾ ശരിക്കും ഇരുന്നോളും. അതുപോലെ തന്നെ കുറച്ച് നമുക്ക് ബോൾസ് പോലെയും ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ടിഷ്യൂ വെച്ചിട്ട് തന്നെ കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയിട്ട് അതും നമുക്കിതിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ അതിൻ്റെ 2 സൈഡിലും ഇതുപോലെ ബോൾസ് എല്ലാം തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ തെർമോക്കോളിൻ്റെ ബോൾസൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഉണക്കാൻ വയ്ക്കാം. എന്നിട്ട് ഉണങ്ങിയിട്ട് വേണം ഇതിൽ പെയിൻറ്റ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ നെയിൽ പോളിഷിൻ്റെ കുപ്പിയില്ലേ, അതിനും നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മൂടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുക. നെയിൽ പോളിഷ് ഫുള്ള് കഴിയാതെ കട്ട പിടിച്ചിട്ടൊക്കെ അടിയിൽ കുറച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമുക്കിപ്പോൾ ഉള്ളിൽ അങ്ങനെ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല, നമ്മൾ പുറത്തല്ല പെയിൻറ്റ് ചെയ്യണത്. അപ്പോൾ ആ കളറ് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ പെയിൻറ്റ് കൊടുത്താൽ മതി. ഇതിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇത് ഉണക്കാൻ വയ്ക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ ഉണക്കാൻ വെച്ചിട്ടുള്ള ടിഷ്യൂ ഒട്ടിച്ച CD ഇല്ലേ, അത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു സെയിം ബ്ലാക്ക് കളർ തന്നെ കൊടുക്കാം. അപ്പോൾ എനിക്ക് ബ്ലാക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കൊടുക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളറായാലും കൊടുക്കാം.
ഇപ്പോൾ ദേ ഇതും ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഉണക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയ വെയിലുള്ളതുകൊണ്ട് വേഗം ഉണങ്ങി കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഗോൾഡൻ കളർ പെയിൻ്റാണ്. ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉണങ്ങിയതിന് ശേഷം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഗോൾഡൻ കളറിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള ഏത് മെറ്റാലിക് കളറും എടുക്കാം. ഒരു ചെറിയ ഗ്ലേസിങ് കൊടുക്കാനാണ്. അല്ലെങ്കിൽ കൂടുതൽ നല്ലത് മെറ്റാലിക് പൗഡർ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല. അതുകൊണ്ട് ഈ കളറിൽ നിന്ന് കുറേശ്ശായിട്ടൊന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്ക് കുഞ്ഞിക്കുപ്പികൾ രണ്ടും ഇതിൽ കുറച്ചൊന്ന് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരെണ്ണം കുറച്ച് ഉയർത്തിയിട്ട് ഒരെണ്ണം കുറച്ച് താഴ്ത്തിയിട്ട് ഞാൻ ഒട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഐഡിയ പോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഫെവി ബോണ്ട് വേണം. ഫെവിക്കോൾ വെച്ചാൽ ഒട്ടും എനിക്ക് തോന്നണില്ല. കാരണം കുറച്ചൊരു ചില്ലിൻ്റെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് ഒട്ടിക്കുകയാണ്. ഇനി അതുപോലെ ഈ കുപ്പിയുടെ മുകളിൽ ഞാൻ ഇതുപോലത്തെ പകുതിയായിട്ട് വരുന്ന മുത്തുകളില്ലേ, ഇതിപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ കിച്ചണിലുള്ള പരിപ്പില്ലേ, ആ ഒരു ഷേപ്പിലാണ് ഏകദേശം ഈ മുത്തുണ്ടാവുക. ആ പരിപ്പ് ഒരു 3 എണ്ണം എടുത്തിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് നിന്നോളും. പെയിൻറ്റ് ചെയ്യുമ്പോൾ പിന്നെ അങ്ങനെ കേടാവൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു മുത്ത് പകുതിയായിട്ടുള്ളത് ഇതിൽ ഒട്ടിക്കുകയാണ്. ഒരു 2 മുത്ത് ഈ CD-യിൽ ഞാൻ ഒട്ടിച്ചു. അപ്പോൾ എനിക്ക് ഒട്ടിച്ചപ്പോൾ അങ്ങനെ ഒട്ടിക്കാമെന്ന് തോന്നി. അപ്പോൾ നിങ്ങളുടെ ഐഡിയ പോലെ എവിടേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിപ്പോൾ വെള്ളയും ബ്ലാക്കും കൂടിയിട്ടൊരു മാച്ച് ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ഗോൾഡൻ കളർ തന്നെ ഈ ഒരു മുത്തിലും കൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതുപോലെ ആ ഒരു കുപ്പിയുടെ നെക്കിൽ ഞാൻ ആ ഗോൾഡൻ കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ അതുപോലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ അടിപൊളിയായിട്ടില്ലേ നമ്മുടെ ഈ ഒരു വാൾ ഡെക്കർ. അപ്പോൾ വാൾ ഡെക്കർ ചെയ്യുമെന്നൊക്കെ ആരൊക്കെയോ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഇരിക്കട്ടെ ഇത്. കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്കിത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് വേണം വാളിൽ ഒട്ടിക്കണമെങ്കിൽ. ഇനി നമുക്ക് കുപ്പിയുടെ മൂടി എടുക്കാം. എന്നിട്ട് അതിൽ ആ ഒരു ക്യാപ്പിൽ 2 ബ്രഷുകളില്ലേ, അത് ഞാൻ നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട് ഒരു തുണിയൊക്കെ വെച്ച് തുടച്ച് കഷ്ടപ്പെട്ട് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ശരിയായിട്ടുണ്ട്. നെയിൽ പോളിഷ് റിമൂവറിൽ കുറച്ച് നേരം ഒന്ന് മുക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി തുടച്ച് ലാസ്റ്റ് സോപ്പൊക്കെ വെച്ച് കഴുകിയെടുത്തിട്ട് ഉണക്കിയാൽ മതി കേട്ടോ. അതിങ്ങനെ ഒരു പ്ലെയർ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്കത് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ബ്രഷിലല്ല കേട്ടോ പിടിക്കേണ്ടത്, ആ ഒരു തണ്ടിലാണ് പ്ലെയർ വെച്ച് പിടിക്കേണ്ടത്. എന്നിട്ട് കറക്റ്റ് ഇങ്ങനെ ഊരിയെടുക്കുക. കണ്ടോ, അങ്ങനെ രണ്ടിൻ്റെയും തന്നെ ഊരിയെടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഒരു പഴയ പെൻസിലിൻ്റെ ഒരു മുനയുടെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരുവിധം എല്ലാ പെൻസിലും അതുപോലെ പെന്നൊക്കെ ഇതിൽ പാകമാവുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ആ ഒരു മൂടിയിൽ. കണ്ടില്ലേ. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ബ്രഷായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ വാട്ടർ കളറൊക്കെ ചെയ്യുമ്പോൾ എടുക്കാമല്ലോ. വലിയ പ്രൊഫഷണൽസിനല്ല കേട്ടോ ഞാൻ പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പെയിൻറ്റ് ചെയ്യാൻ ഇത് മതി. വേണമെങ്കിൽ ആ ഒരു ഭാഗത്തിന് കുറച്ച് ബ്ലാക്ക് കളറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അത് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ കയറ്റി വയ്ക്കുമ്പോൾ അവിടെ കുറച്ച് പശയും കൂടി ആ പെൻസിലിൻ്റെ തുമ്പത്ത് വയ്ക്കുകയാണെങ്കിൽ പിന്നെ ഇളകിയേ ഇല്ല. ഇതിപ്പോൾ നന്നായിട്ട് ഉറച്ചിരിക്കുന്നുണ്ട്, എന്നാലും പറയാൻ പറ്റില്ലല്ലോ ഇനി പോന്നാലോ. അപ്പോൾ പശയും കൂടെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് നല്ലൊരു അടിപൊളി ബ്രഷ് കിട്ടിയില്ലേ. ഇനി നമുക്ക് ആ ഒരു 2 ക്യാപ്പും എടുക്കാം. കണ്ടില്ലേ, ഇത് കാണാൻ അത്യാവശ്യം ഭംഗിയുണ്ട്. പെയിൻ്റൊന്നും അങ്ങനെ പോയിട്ടില്ല. പെയിൻറ്റ് പോയതാണെങ്കിൽ മാത്രം പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൽ മാഗ്നറ്റ് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിത് പഴയ ഫ്രിഡ്ജ് മാഗ്നറ്റിൻ്റെ മാഗ്നറ്റുകളാണ്. കണ്ടില്ലേ, ഫ്രിഡ്ജ് മാഗ്നറ്റിന് നല്ല ഭംഗിയിലുള്ള ഷേപ്പിലൊക്കെ ഓരോന്ന് വരില്ലേ, ഓരോ ഷേപ്പ്, അതൊക്കെ പൊട്ടിപ്പോയിട്ട് അതിൻ്റെ ബാക്കിയുള്ള മാഗ്നറ്റാണ്. അപ്പോൾ നമ്മൾ കുട്ടികളുടെയൊക്കെ മാഗ്നറ്റ് ബോക്സൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. അവരുടെ ബോക്സ് കേടാവുമ്പോൾ കളയുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു മാഗ്നറ്റ് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഒരുപാട് സാധനങ്ങളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടും ഇങ്ങനത്തെ മാഗ്നറ്റ്. അപ്പോൾ അത് ഒട്ടിച്ച് ഈ ഒരു ക്യാപ്പിൽ വയ്ക്കുക. അപ്പോൾ ഇതും ഇല്ലെങ്കിൽ കിട്ടാനൊരു വഴിയില്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് തന്നെ ചെറിയ പീസ് 2 എണ്ണം താഴെ മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു സ്റ്റൈലിൽ വേസ് പോലെ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഡബിൾ സൈഡ് ടേപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു ഗമ്മ് നമ്മൾ നനച്ച് തുടച്ച് കഴിഞ്ഞാൽ പോകും കേട്ടോ. പിന്നെ ഇത് കേടാവുമ്പോൾ ഇനി ഫ്രിഡ്ജിന് എന്തെങ്കിലും കേട് വരുമെന്നൊന്നും വിചാരിക്കേണ്ട. ചെറിയ പഴയ ഫ്ലവറിൻ്റെയൊക്കെ 2-3 പീസൊക്കെ കട്ട് ചെയ്തെടുത്തതാണ് ഞാൻ. അപ്പോൾ നമുക്ക് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ കമ്പുകൾ ഉണങ്ങിയിട്ടുള്ള
പൂവുകൾ ഇലകളൊക്കെ കാണില്ലേ നമ്മുടെ മുറ്റത്ത് ചെറിയ ഇലകളൊക്കെ, അതൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഐഡിയ പോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉണങ്ങിയ ഇല വെച്ചിട്ടൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് പേപ്പർ കൊണ്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് പോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഭംഗിയുള്ള എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. ഇപ്പോൾ ഞാനിത് എൻ്റെ ഫ്രിഡ്ജിൽ കണ്ടില്ലേ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട്, നന്നായിട്ടില്ലേ കാണാൻ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇത് കണ്ടപ്പോൾ. ഈ ഒരു ഐഡിയയും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗം കഴിയുമ്പോൾ വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ ഒരു കുഞ്ഞു കുഞ്ഞു കുപ്പികൾ വെച്ചിട്ടുള്ള ഈ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പിക്ചേഴ്സൊക്കെ നമ്മുടെ മെയിൽ ID-യിൽ അയച്ചു തരിക കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇതിലെ ഐഡിയാസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഹായ് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സൺഡേ വീഡിയോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിൽ കുറേ പേർക്കൊക്കെ ഹായ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് പറയുന്നതുകൊണ്ട് നമുക്ക് എല്ലാവരെയും പറയാൻ പറ്റില്ല. അപ്പോൾ ആ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇട്ടവർക്ക് ഞാൻ അടുത്ത സൺഡേ പറയാം കേട്ടോ ഹായ്. അപ്പോൾ കിട്ടാത്തവർ, ഹായ് പറയാത്തവരൊന്നും പിണങ്ങരുത്, നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് പേർക്ക് എങ്ങനെയാണ് ഹായ് പറയുക. അപ്പോൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട്, നല്ലൊരു ഐഡിയ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്